ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും ആധികാരികത ഉണ്ടോ? അല്ല, ഇതിൻ്റെ അകത്ത് നോട്ടീസ് അയച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാന ചോദ്യം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കേസ് എന്താണ്? അടിസ്ഥാനപരമായ കേസ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി FHRA, ഈ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന പോലെ ഇടുക്കിയിലെ ഒരു ബാർ അസോസിയേഷൻ പോലെ ഹോട്ടൽ അസോസിയേഷൻകാരുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജിൽ വളരെ കൃത്യമാണ്. അവർ പറയുന്നു 2.5 ലക്ഷം രൂപ വച്ച് പിരിക്കണം ഓരോ ഹോട്ടലുകളും. ആ പൈസ പിരിച്ചാൽ ഈ സർക്കാരിൻ്റെ ലിക്കർ പോളിസിയിൽ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതിലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എന്താണ് ബന്ധം? ഇതിൻ്റെ അകത്തൊരു കറപ്ഷൻ ആര് ചെയ്തു? ഇതിൻ്റെ അകത്ത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഈ അസോസിയേഷൻ ഉള്ളവർ ഇതിൻ്റെ അകത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് പൈസ പിരിച്ചിട്ടുണ്ടോ? ആ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അത് അസോസിയേഷൻ്റെ കയ്യിലാണോ, അല്ലെ അതിൽ നിന്ന് ഇത് സർക്കാരിൻ്റെ കയ്യിൽ പോയോ, അല്ലെ ഈ സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ത് പങ്കാണെന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് മൂന്ന് തവണ അർജുന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു സഹകരിക്കാത്ത സമീപനത്തിലാണ് വീണ്ടും ക്രൈംബ്രാഞ്ച് നിങ്ങളെ സമീപിച്ചെന്നാണ് ഇത്തരത്തിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നല്ലോ, ഞാൻ സഹകരിക്കാതിരുന്നിട്ടില്ലല്ലോ. വന്നോട്ടെ, അവർ വന്ന് ആർക്ക് വേണമെങ്കിലും. ഞാൻ ചോദിക്കട്ടെ, താങ്കളെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ താങ്കളില്ല, ഇല്ലാത്ത താങ്കൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തം പറയുന്നത്? അത്ര ഉത്തരവാദിത്തം എനിക്കുള്ളൂ. താങ്കളുടെ നമ്പർ അതിനകത്തുണ്ട്, ഇത്തരത്തിലുണ്ട് എന്നുള്ള പേരിലടക്കം നമ്പറിലാണോ എന്താ പറയുക? എങ്ങനെയാണ് ഈ ഒരു സിം അങ്ങനെ അല്ലെങ്കിൽ നമ്പർ അതിനകത്ത് കടന്നുകൂടുക? ഇല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫിൻ്റെ ഫാമിലി അവർ 3 ജനറേഷനായിട്ട് 10-50 കൊല്ലമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഹോട്ടൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നു തൊടുപുഴയിൽ. അതിൻ്റെ അകത്ത് എൻ്റെ പാരമ്പര്യമായി കൈമാറി വന്ന് അതിൻ്റെ അകത്ത് അവരുടെ ഫാമിലിയും കാര്യങ്ങളുമായിട്ടാണ് അതിൻ്റെ അകത്തുള്ള 10-15 പാർട്ട്നേഴ്സാണ്ട് എൻ്റെ അകത്തുണ്ട്. അതിൽ നിന്ന് എൻ്റെ ഫാദറിലോയാണ് അതിൻ്റെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പക്ഷേ 2018 അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞ് പോയി. അദ്ദേഹത്തിൻ്റെ നമ്പർ ആ ഗ്രൂപ്പിൽ കാണുമായിരിക്കാം, എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് അറിയുന്നൊരു വിഷയമല്ല, കാണുമായിരിക്കാം. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പങ്കും അതിൻ്റെ അകത്ത് ഇല്ല. ഇനി ഒരു കാര്യം നോക്കിയാൽ മതിയല്ലോ, ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന നമ്പറാണെങ്കിൽ ആ നമ്പർ ഏതെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറയട്ടെ അവർ. ആ നമ്പർ ഇനി ഈ പോലീസിന് എല്ലാ സംവിധാനവും ഉണ്ടല്ലോ, ടവർ ലൊക്കേഷൻ നോക്കിയാൽ പോരെ. എൻ്റെ കയ്യിലിരിക്കുന്ന നമ്പറും ആ പറയുന്ന ഗ്രൂപ്പിലുള്ള എത്രയോ നമ്പേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാവരുടെയും ടവർ ലൊക്കേഷൻ നോക്ക്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആ നമ്പർ ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ കണ്ടുപിടിക്കട്ടെ. അതെല്ലാം കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് നിങ്ങൾ പറയത്തില്ലല്ലോ. എനിക്ക് ഏതാണ് കേരള പോലീസിനെ കുറിച്ച് നല്ല മതിപ്പുള്ള അവർക്കിതെല്ലാം അറിയാം. പക്ഷേ ഇവിടെ സർക്കാർ ഇങ്ങനെ ഒരു വലിയ കുഴിയിൽ വന്ന് പെട്ടിരിക്കുവാണ്. ഇതിന് എങ്ങനെയെങ്കിലും ഊരാൻ വേണ്ടിയുള്ള ശ്രമം ഇത് നടക്കത്തില്ല. അല്ല, എന്ത് ആരോപണമാണ് എനിക്കെതിരെ ഉയർന്നേക്കുന്നതെന്ന് പറയാം. അല്ല, അർജുൻ എന്ത് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്? ഞാൻ പൈസ പിരിച്ചോ, ഞാൻ ഈ സർക്കാരിൽ ആർക്കെങ്കിലും പൈസ കൊടുത്തോ, അപ്പോൾ ഞാൻ പൈസ പിരിച്ച പൈസ സർക്കാരിൽ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ? അതല്ലേ അവർ പറയണ്ടേ. അല്ല, ആരോപണം എന്താണ്? ഇതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള ആരോപണം, ഇവിടെ ഒരു ലിക്കർ പോളിസി, ഇവിടെ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. ആ ലിക്കർ പോളിസിയിൽ ചേഞ്ച് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വ്യാപകമായ പൈസ പിരിവ് നടന്നിട്ടുണ്ട്. 1/3 പൈസ പിരിച്ചു എന്നാണ് പറയുന്നത്. 800 ബാറുകളിൽ നിന്നായിട്ട് 2.5 ലക്ഷം രൂപ വെച്ചെന്ന് പറഞ്ഞാൽ 20 കോടി അടുത്ത്. അതിൻ്റെ 1/3 പിരിച്ചു എന്ന് പറഞ്ഞാൽ 6 കോടി രൂപ. ആ 6 കോടി രൂപ എവിടെ? ആ 6 കോടി രൂപ എത്ര ഈ സർക്കാരിലുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ ഭരിക്കുന്ന പാർട്ടി CPM-ലുള്ള ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെയായിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. അതിലല്ലേ അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്താണ് പങ്ക്? അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ ഒരു പങ്കുമില്ല. ഇനി നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എനിക്ക് ഈ ഓഡിയോ ക്ലിപ്പ് ഞാനും TV-യിൽ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. അങ്ങനെയാണെന്ന് അവർ തെളിയിക്കട്ടെ. ഞാൻ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ഫാമിലി നേരത്തെ മുതലേ ഈ ഒരു 3 ജനറേഷൻ ആയിട്ട് അവർ ഹോട്ടൽ ബിസിനസ്സായിട്ട് നടത്തി പോകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്താണ് വ്യക്തിപരമായ ഒരു ലൈബിലിറ്റി? 3, ഞാൻ പറഞ്ഞല്ലോ, ഈ പോലീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ അറിയാം. ഈ പറയുന്ന നമ്പറിൽ ടവർ ലൊക്കേഷൻ നോക്കിയാൽ അറിയാം. ഈ പറയുന്ന ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ
എൻ്റെ ടവർ ലൊക്കേഷനിൽ വരുന്ന സ്ഥിതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. നാലാമത്തെ വിഷയം, ഈ ഗ്രൂപ്പ് അഡ്മിനാണോ ഗ്രൂപ്പ് മെമ്പറാണോ എന്നുള്ളതാണോ പ്രധാനപ്പെട്ട വിഷയം. ഈ വോയിസ് മെസ്സേജ് ഇട്ട ആളുടെ എവിടെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എവിടെ, അതിനെക്കുറിച്ചുള്ള പറഞ്ഞ പൈസ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 20 കോടി പിരിക്കാനാണ് അവർ ഉദ്ദേശിച്ചത്, 1/3 പിരിച്ചു എന്ന് പറയുന്ന സ്ഥിതിയാണെങ്കിൽ 6 കോടി സംതിങ് പൈസ, ആ പൈസ എവിടെ, ആ മണി ട്രെയിൽ, ഇത് വലിയ കറപ്ഷൻ അല്ലേ. ഈ കറപ്ഷനെ കുറിച്ച് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല? അതിനെക്കുറിച്ചല്ലേ ചോദിക്കേണ്ടത്, അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്. പാവം എന്റെ പുറകിൽ വന്ന് ഇങ്ങനെ കറങ്ങി നിൽക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് അല്ല, നിങ്ങൾ സംഘടന പറയുന്നതാണോ അല്ലേ വളരെ നാച്ചുറൽ ആയിട്ട് ഗ്രൂപ്പിലിട്ട മെസ്സേജാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്. അതാണ് ഈ കേരളത്തിലുള്ള എല്ലാ ജനവും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് എന്റെയും വിശ്വാസം. ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു കറപ്ഷൻ നടന്നിട്ടുണ്ട്. ആ കറപ്ഷന്റെ ഒരു ഇനീഷ്യൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്നത് IT സ്ഥാപനം, IT കെട്ടിടം, ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ളതിൽ ബാർ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി വരെ ഇങ്ങനെ എടുത്തു. അപ്പോൾ വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ? എന്താണ് ഇൻഡിക്കേഷൻ? ഈ സർക്കാർ വളരെ സോഫ്റ്റ് ആണ് ഈ ലിക്കർ പോളിസിയിൽ നിന്ന് ഇവർക്ക് എന്തോ ഒരു ബെനിഫിറ്റ് പർട്ടിക്കുലറായിട്ട് നേടാനായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു ഇൻഫറൻസ്. നോട്ടീസ് കൈപ്പറ്റുന്നുണ്ടോ ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ്? എൻ്റെ കയ്യിൽ ആരും കൊണ്ട് തന്നിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ വന്ന് ചോദിച്ചോട്ടെ, ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. എന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് കാണാം, വന്നോട്ടെ, ഇവിടെ വന്ന് കാണാമാണെന്ന് എന്നോട്. എൻ്റെ ഫോണിൽ വോയിസ് കോൾ റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല. എനിക്ക് ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ബൈ ഫേസ് വാല്യൂ ഞാൻ പറയാം, ഇവിടെ വന്ന് എന്നെ കണ്ട് സംസാരിച്ചോളാം എന്ന് പറയാം. വരുവാണെങ്കിൽ വന്നോട്ടെ, വെൽ ആൻഡ് ഗുഡ്. എനിക്കറിയാവുന്ന, എനിക്ക് നിങ്ങളെ ഉള്ള പോലെ തന്നെ ഈ കേരളത്തിലുള്ള ജനം മുഴുവൻ കേട്ടതുപോലെ ഉള്ള ഒരു കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത്. അതെന്താണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് എനിക്ക് പറയാനായിട്ട് ഒരു മടിയില്ല, എനിക്ക് സന്തോഷം. തീർച്ചയായിട്ടും എന്ത് വേണമെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരൻ ഒരു അന്വേഷണത്തിൽ സഹകരിക്കത്തില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു വലിയ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ നീതിന്യായ വ്യവസ്ഥ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ഈ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് ചോദിക്കാം, ഒരു കാര്യവും ഇല്ല മറച്ചു വെക്കാനായിട്ട്, ഓപ്പണായിട്ട് പറയാം. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോകുമോ, ഹാജരാകുമോ? അല്ല, അവർ ഇങ്ങോട്ട് വരാമെന്ന് എന്നോട് പറഞ്ഞു. ഇങ്ങോട്ട് വന്നോട്ടെ, വെൽ ആൻഡ് ഗുഡ്. ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിന് എൻ്റെ പേഴ്സണൽ ലയബിലിറ്റി എന്താണെന്ന് പറയൂ. താങ്കളുടെ ഒരു കുടുംബാംഗവുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെയാണ് അതിനകത്ത് ഉയരുന്നത്. അതായത് താങ്കളുടെ ഭാര്യയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. 5.5 കൊല്ലം മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ആ വ്യക്തി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത്? പിന്നെ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ 2 ജനറേഷൻ മുന്നേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങിയ 70കളിലാണ്ട് തുടങ്ങിയ ഒരു ഹോട്ടൽ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം നടത്തി അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം മകന് ലഭിച്ചു. ആ മകൻ്റെ മരണത്തിന് ശേഷം അങ്ങനെ അത് ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്ന, അത് അദ്ദേഹം ഒറ്റയ്ക്കല്ല, അവർ എല്ലാവരും കൂടി ഒരു 10-15 പേരാണ്ടേ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് എനിക്കെന്താണ് വ്യക്തം? അവർ ഈ പറയുന്നത് ഒരു ഹോട്ടൽ നടത്തുന്ന ഇല്ലീഗൽ ബിസിനസ്സാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അവർക്ക് ആരെങ്കിലും ലീഗലായിട്ട് ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ, അത് ഇവിടെ എല്ലാം അംഗീകരിക്കപ്പെട്ട സാധനമുള്ളൂ. പക്ഷേ ഇല്ലീഗലാവുന്നത് എപ്പോഴാണ്? അനധികൃതമായിട്ട് പണം പിരിക്കുമ്പോഴാണ്. ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പണം പിരിക്കുന്നത് തെറ്റാണ്. ആ പണം പിരിക്കുന്നതിനെയാണ് നമ്മളെല്ലാം എതിർക്കുന്നത്. അതാണ് ഈ ജനം മുഴുവനായിട്ട് എതിർത്ത് അതിൻ്റെ ഒരു മുഖത്തിന് കർണത്തേറ്റ അടിയാണ് ഈ ലോക്സഭ ഇലക്ഷൻ. 18-1-1 BJPക്ക് സമമായി പോയി CPM. ആ അവസ്ഥയാണ് ഇന്നിവിടെ. ഇതിൽ നിന്നും ദയനീയമായിരിക്കും 2026 വരാൻ പോകുന്ന CPMന്റെ അവസ്ഥ. ഈ ഇത്രയും വലിയ ആരോപണം നേരിടുന്ന ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ഈ ആരോപണം തിരുവഞ്ചൂരിനെതിരെ കൂടി, അങ്ങയുടെ അച്ഛനെതിരെ കൂടി തിരിച്ചുവിട്ടാൽ എന്ത് മറുപടി പറയാൻ പറ്റും? അല്ല, 1 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിൻ്റെ അകത്ത് എന്താണ് പങ്ക്? 2 അർജുൻ രാധാകൃഷ്ണൻ ഇതിന് എന്താണ് പങ്ക്? ഇത് രണ്ടുമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ രണ്ടുപേർക്കും പങ്കില്ലാത്ത വിഷയത്തിൽ ഇപ്പം നാളെ താങ്കളുടെ പേരിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ, താങ്കൾ ഇല്ലാത്ത കാര്യം ഉന്നയിച്ചാൽ താങ്കൾ എന്തു പറയും? അത്രേ ഉള്ളൂ.
നമ്മൾ രണ്ട് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ാണല്ലോ പറയുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെമ്പറായി എന്ന് പറയുന്നതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ തെറ്റ്. ഇത് പണം പിരിച്ചവരെവിടെ? പണം പിരിച്ച 6.5 കോടി രൂപയോളം പിരിച്ചു എന്ന് ഇവർ പറയപ്പെടുന്ന സാധനം, ആ പൈസ എവിടെ പോയി? അതിന് മണി ട്രെയിൽ കണ്ടുപിടിക്കണ്ടേ? ഇത്രയും വലിയൊരു കറപ്ഷൻ കേസ് ഇവിടെ നടന്നിട്ട് അതിനെക്കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ, അതിനെക്കുറിച്ചൊരു FIR ഇടാതെ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്ന സർക്കാർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ഇത് ഇവിടെയുള്ള ജനം 3.5 കോടി ജനം അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്കിതെല്ലാം മനസ്സിലാവും. ഇതെല്ലാം സർക്കാരിൻ്റെ വികൃതമായ മുഖം മിനുക്കാനായിട്ട് ശ്രമിക്കുന്നത് നടക്കത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.